പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുനാഥൻ ഉപമയിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. യേശുനാഥൻ്റെ ഓരോ വാക്കുകളും ഉപമയിലൂടെയാണ്. അത് നമ്മൾ ഗ്രഹിച്ച് അറിയണം, തിരഞ്ഞെടുക്കണം അതെന്താണെന്ന്. അതാണ് കൃപ. പലരും വചനം കേൾക്കുന്നുണ്ട്, ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയുന്നു. അവര് വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നില്ല. വചനം ആരാണ്? യേശുനാഥനാണ് വചനം. വചനം മാംസമായവനാണ്. അപ്പോൾ ഉൽപ്പത്തി മുതൽ 73 വരെയുള്ള ഈ പുസ്തകം മുഴുവനും യേശുവാണ്. യേശു തന്നെയാണ് ഈ വചനം. ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, പൊടി പിടിച്ച് ബൈബിള് ഇങ്ങനെ ഇരിക്കണം, അതെടുക്കാറേ ഇല്ല. പ്രാർത്ഥനയൊക്കെ ചൊല്ലാനുണ്ട് വല്ലപ്പോഴൊക്കെ. ബൈബിള് വായനയില്ല, ഒട്ടുമില്ല എനിക്ക്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറേ മാസികകളും വേണ്ടാത്ത ചില പുസ്തകങ്ങളും പേപ്പറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ദിവസവും പേപ്പർ വരുത്തും. എന്നാൽ വചനം വായിക്കില്ല. വചനം അലമാരിക്കകത്ത് വെച്ചേക്കെ, ജമാലയും ചൊല്ലില്ല. എന്താണെന്ന് നോക്കല്ലേ. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? കർത്താവിനെ അറിയേ, കർത്താവിൻ്റെ വെളിവിടം അറിയേ. മാമോദിസ വെള്ളം തലയിൽ വീണത് കൊണ്ട് ഒരു ക്രിസ്ത്യാനി, അത്രയേ ഉള്ളൂ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അങ്ങനെ പറഞ്ഞ് നടക്കണം. എന്ത് പറയാനല്ലേ അവരോടൊക്കെ. ഹല്ലേലൂയ. പറയാൻ ശ്രമിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. ശിഷ്യന്മാരുണ്ട്, വേറെ കുറച്ച് ജനങ്ങളും. കടൽ തീരത്ത് നിൽക്കുമ്പോൾ യേശുനാഥന് ഭയങ്കര സന്തോഷമായി. ഉടനെ യേശുനാഥൻ അവരെ പഠിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ UKG LKG അത് കഴിഞ്ഞ് പിന്നെ 1-ാം സ്റ്റാൻഡേർഡ് മുതലാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്ന പോലെ കർത്താവ് ഈ മനുഷ്യരെ പഠിപ്പിക്കുകയാണ് വചനം. കാരണം അവർക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ലാതിരുന്നപ്പോൾ യേശു അവരെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. യേശു കടൽ തീരത്ത് വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ജനം വളരെയധികം കൂടി തടിച്ചു കൂടി ഇവന്റെ വാക്ക് കേൾക്കാൻ, ഇവന്റെ വർത്താനം. കാരണം ഒരു വലിയ അത്ഭുതമാണ് യേശുനാഥന്റെ ഓരോ വാക്ക്. വചനവും അങ്ങനെ അല്ലേ. വചനം വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ ഏത് ഈ ലോകത്തിൽ കോടാനുകോടി പുസ്തകങ്ങളുണ്ട്, പലരും വായിക്കുന്നുണ്ട്. എന്നാൽ ജ്ഞാനം തരുന്ന, അറിവ് തന്ന് വഴി നടത്തുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അത് ഈ ബൈബിളാണ്. മറ്റുള്ള എല്ലാ പുസ്തകങ്ങളും നിങ്ങൾ വായിച്ച് ബുദ്ധി കിട്ടും, ജ്ഞാനം കിട്ടുമെന്ന് ഇങ്ങനെ തലയിൽ ചിരടി നോക്കിയാലും താറ് പോലെ ഉരുകി പിടിച്ചിരിക്കുന്ന ചില മക്രബുദ്ധികളെ കാണാൻ പറ്റുന്നത്. ഒന്നും നല്ലതുണ്ടാവില്ല. ബുദ്ധി വരും, അത് വരും, ഇത് വരും എന്നൊക്കെ പലരും പറയും. അത് പുസ്തകം വായിക്കാത്തത് കൊണ്ടാണ് നിനക്ക് അത് കിട്ടിയത്. കർത്താവ് ജ്ഞാനം തരുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ തന്നെ ജ്ഞാനത്തിന് വലിയ കഴിയണ്ട. കർത്താവിന് മുമ്പിൽ ഒന്നായിട്ട് നിൽക്കും, അവിടെ നിന്ന് ജ്ഞാനം തരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറി ഇരുന്നു. അപ്പം നോക്കിയപ്പോ കടലിൽ ഒരു വഞ്ചി കിടക്കുകയാണ്. അതിനകത്തോട്ട് യേശുനാഥൻ കയറിയിരുന്നു. മറ്റുള്ളവരെല്ലാം
കരയിൽ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് യേശുനാഥൻ വഞ്ചിക്കകത്ത് കയറിയിരുന്നിട്ട് ഇവരെ പഠിപ്പിക്കാൻ പോവുകയാണ്, വചനം പഠിപ്പിക്കാൻ പോവുകയാണ്. എന്താ ഹല്ലേലൂയ, യേശുവേ നന്ദി. ജനങ്ങളെല്ലാം കരയിൽ കടലിന് മുഖമായി നിന്നു. കടലിലേക്ക് നോക്കി, യേശുനാഥനെ നോക്കി. കടലിലുള്ള വഞ്ചി കിടക്കണം. ആ വഞ്ചിയിൽ കയറിയിരുന്നപ്പോൾ കടൽ തീരത്ത് നിൽക്കുന്ന ജനം മുഴുവനും യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കടലിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. എന്തായിരിക്കും ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്? അവൻ ഉപമകൾ വഴി പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. ഉപമകൾ വഴി യേശുനാഥന്റെ ഓരോ വാക്കും 100 മേനി ഫലം പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ്. അവന്റെ സംസാരവും ഉപമകൾ വഴിയാണ്. അത് ഗ്രഹിക്കണം, നമ്മൾ തിരഞ്ഞെടുക്കണം. ഹല്ലേലൂയ. പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവരെ പഠിപ്പിക്കുകയും ചെയ്യും, ഉപദേശിക്കുകയും ചെയ്യും. അങ്ങോട്ട് അറിവ് കൊടുക്കുകയാണ് കർത്താവ്. വചനം വഴി ജ്ഞാനം വിളമ്പിയാണ് യേശുനാഥൻ. ഹല്ലേലൂയ. കേൾക്കുവിൻ യേശു പറയണം. അന്ന് അപ്പൊ ജനം കുറെ കൂടി ഉണ്ടാവും. കടൽ കാണുന്നുണ്ടെങ്കിൽ കടലിലെ ചില തിരമാലകളും സ്വരം ഉണ്ടാവും. പക്ഷെ അവര് ഈ വചനം യേശു പറയണതെല്ലാം അവർ കേൾക്കുന്നു. അത് തന്നെ ഒരു വലിയ അത്ഭുതമല്ലേ. ഇന്നത്തെ പോലെ മൈക്ക് സെറ്റോ ഒന്നും അന്നില്ല. യേശു കടൽ തീരത്ത് നിന്നപ്പോൾ ജനക്കൂട്ടം കണ്ടപ്പോഴത്തേന് യേശു ഒരു വഞ്ചി കയറിയിരുന്നു. അവരെ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. മൈക്കോ പുസ്തകമോ ബുക്കോ ഒന്നുമില്ല. യേശുനാഥൻ സ്വയം അങ്ങോട്ട് ബൈബിളായി മാറി. ഹല്ലേലൂയ. കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഒരു വിതക്കാരന്റെ ഉപമയിലൂടെ യേശുനാഥൻ കടത്തിക്കൊണ്ടുപോവുകയാണ് എല്ലാവരും. എന്താണ് വിതക്കാരന്റെ പ്രത്യേകത? അവൻ ഗോതമ്പ്, നെല്ല് ഇതൊക്കെ ഈ കണ്ടം അല്ല ചെളിയിലേക്ക് അങ്ങോട്ട് എറിയാണ്, വിതയ്ക്കാണ്. അപ്പൊ അത് മുളച്ച് വന്നു കഴിയുമ്പോഴോ 100 മണി ഫലം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. ഒരു വിതക്കാരന്റെ ഉപമയിലൂടെ യേശുനാഥൻ ഈ ജനത്തെ മുഴുവനും കടത്തിക്കൊണ്ടു പോകുകയാണ്. അപ്പൊ ഈ വിതക്കാരൻ വിതയ്ക്കുന്ന വിത്ത് എന്ന് പറയുന്നത് വചനമാണ്. വചനത്തെ പറ്റിയാണ് കർത്താവ് ഉപമയിലൂടെ സംസാരിക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കർത്താവ് കൊണ്ടുപോകുന്നത് നെൽക്കതിരിയും ഗോതമ്പിന്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് പറയുന്നില്ല. ആ വിത്തുകളെ പറ്റി യേശുനാഥൻ ഉപമയിലൂടെ പറയും. ഹല്ലേലൂയ. വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നു കളഞ്ഞു. വചനമാണ്. നമ്മള് ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രിയ സഹോദരി സഹോദര, അപ്പച്ചാമിച്ചി, എത്ര വർഷമായി നമ്മളെ വചനം കേൾക്കുന്നു? പല സ്ഥലത്തും നമ്മൾ ധ്യാനം കൂടിയിട്ടുണ്ട്, വചനം കേട്ടിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് അവിടെയും വചനം പറയും, പ്രതിവചന സങ്കീർത്തനങ്ങൾ വായിക്കും. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും വചനം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ വചനത്തിൽ 1-ാം സ്ഥാനം കൊടുത്തെങ്കിൽ മാത്രമേ അതുണ്ടാവൂ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രതിവചന സങ്കീർത്തനം വായിച്ചില്ലേ? ലാറ്റിൻ കുർബാനയിൽ ലോകം മുഴുവനും. ഏതായിരുന്നു ആ വചനം? പക്ഷികൾ വന്ന് അത് തിന്നു കളഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ ഈ ഞായറാഴ്ച ലാറ്റിൻ കുർബാനയിൽ പ്രതിവചന സങ്കീർത്തനം വായിക്കുന്നുണ്ട്. അത് ഏതായിരുന്നു? നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും. ഇതിന്റെ അവസാനം ഞാൻ പറയാം, കർത്താവ് എൻ്റെ കൂടെ, ഞാൻ ആരെ ഭയപ്പെടണം. അവസാനം ആദ്യം എന്തായിരുന്നു? അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും. കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം.
മറ്റ് ചിലത് മണ്ണ് അധികമില്ലാത്തത് പാറപ്പുറത്ത് വീണു. യേശുനാഥൻ അതരങ്ങളിലൂടെ ഉപമയിലൂടെ പറയുന്നു. വിത്ത് വചനമാണ്, വചനത്തിനാണ് കർത്താവ് പറയുന്നത്. അധികം മണ്ണ് അധികമില്ലാത്തത് കൊണ്ട് പാറപ്പുറത്ത് വീണാൽ എന്തായിരിക്കും സംഭവിക്കുക? മണ്ണില്ല, കുറച്ച് മണ്ണുള്ളൂ. അപ്പൊ ആ വിത്തെന്തോ പെട്ടെന്ന് മുളയ്ക്കും. പക്ഷെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോഴോ വാടി. പലരും അത് ഏറ്റു പറയുന്നുണ്ട് അല്ലെ? പ്രതിവചന സങ്കീർത്തനം ഞായറാഴ്ച ഏറ്റു പറയുന്ന കൂടിയുണ്ട്. പക്ഷെ അത് പറഞ്ഞു. അതാണ് ഈ പാറപ്പുറത്ത് വീണ വിത്ത്. അതാണ് ഈ പാറപ്പുറത്ത് വീണ വിത്ത്. ഹല്ലേലൂയ. മണ്ണിന് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. പാറപ്പുറത്ത് മണ്ണ് കുറച്ചേ ഉള്ളൂ, നനവുണ്ട്. അവിടെ വീണു അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. വചനമാണത്, കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ആ പ്രതിവചന സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ ഏറ്റു പറയല്ലേ, 4-5 പ്രാവശ്യം ഏറ്റു പറയും വീണ്ടും. അതാ കുറച്ചു നേരത്തേക്കുള്ളൂ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ അത് ഓർമ്മയിലുണ്ടാവില്ല. അതെന്താണ് പറഞ്ഞെന്നുള്ളത് ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. ഒരു വ്യക്തി വചനം കേൾക്കുന്നു, വചനം ധ്യാനിക്കുന്നു, പക്ഷെ അവൻ ഉൾക്കൊള്ളുന്നില്ല. മറ്റ് പലതിലെയും ശ്രദ്ധ പോയി കഴിയുമ്പോൾ വചനം താനെ ഊർന്നു കിട്ടില്ലവന്. വലിയ വേറെ ചിലത് മുൾ ചെടികൾക്കിടയിൽ വീണു. വേറെ ചിലത് വചനോട് മുൾ ചെടികൾക്കിടയിൽ. ആരാണ് ഈ മുൾച്ചെടികൾ? മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്റെ ഓരോ പ്രവൃത്തി കൊണ്ട് നടന്നുണ്ട് കർത്താവിന്റെ വചനം കേൾക്കുമ്പോ അത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കണേന്ന് യേശു പറയുന്നു. ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. നോക്കി, മുൾച്ചെടികൾ വളർന്ന് അതിനങ്ങോട്ട് ഞെരുക്കിക്കളഞ്ഞു. ഞാനൊരു സംഭവം അറിയണം. എന്താന്ന്, ഒരു കുടുംബം, ക്രിസ്ത്യാനി കുടുംബമാണ്, 3-4 മക്കളൊക്കെ ഉണ്ട്, അപ്പനുണ്ട് അമ്മയുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു മരുമകൻ, മകളുടെ ഭർത്താവ് ധ്യാനം കൂടി വരുമ്പോ നമുക്കറിയാം അല്ലെ, കത്തി ജ്വലിക്കിരിക്കും. ഓലപ്പടക്കത്തിന് തീ കൊടുത്ത പോലെ ഇരിക്കും. വചനം വായിക്കാനും കേൾക്കാനും എന്റെ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര ദാഹമായിരിക്കും. അങ്ങനെ അവൻ വീട്ടിലേക്ക് വന്നു. അവൻ അവിടെ നിന്നൊരു കാസറ്റൊക്കെ മേടിച്ചു. അന്ന് 10-20 വർഷം മുമ്പാ. ആ കാസറ്റ് ടേപ്പ് റെക്കോർഡ് ഇതൊന്നും ഇല്ലല്ലോ, അന്ന് ടേപ്പ് റെക്കോർഡൊക്കെ ഉണ്ട്. അതിനകത്ത് ഇട്ടിട്ട് വോളിയം ഇച്ചിരി കൂട്ടി വെച്ചപ്പോ അവന്റെ ഭാര്യ, ആ വീട്ടിലെ വരുമാനമാണ്, എന്റെ ഭാര്യ വന്നിട്ട് പറയാം, അയ്യോ ആ ലോകക്കാര് കേൾക്കും, വേണ്ട. നോക്കിയേ, ആ പറയണത് ആരാ? അവളിൽ പ്രവർത്തിക്കുന്ന പൈശാചിത്യാണ്. അത് ഉറക്കം വെക്കില്ലേ, കുറച്ച് സൗണ്ട് അധികം വെക്കേണ്ടതെന്ന് പറഞ്ഞ് അവനെ അങ്ങനെ താത്തിക്കളഞ്ഞു. അതാണ് പറയുന്നത്. മുൾച്ചെടിക്കിടയിൽ വീണു, മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മനുഷ്യൻ തന്നെ അങ്ങോട്ട് ഞെരുക്കിക്കളയുന്നു. വചനം കേട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം കർത്താവിന് വേണ്ടി എന്നൊക്കെ ചോദിക്കും. മറ്റുള്ളവരെയാണ് ഞെരുക്കികളയോ, വേണ്ട, അതൊന്നും പാടണ്ട, ഇത്രയും പ്രാർത്ഥനയൊന്നും വേണ്ട, ബൈബിള് വായിക്കണമെന്നില്ല എന്നൊക്കെ ചോദിക്കും. അത് ഫലം പ്രകടിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. എന്നാൽ ചിലരുണ്ട് രണ്ടും കൽപ്പിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ കർത്താവിനെ സ്നേഹിക്കും. ചിലപ്പോൾ അത് 2-3 മാസത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ധ്യാനം കൂടി വചനം കേട്ട് പെരുമഴ പോലെ
അതിനൊക്കെ കേട്ട് വന്നു കഴിയുമ്പോൾ അവൻ്റെ ഹൃദയം ജ്വലിക്കുന്നുണ്ടാവും കർത്താവിന് വേണ്ടി. അവൻ ഓടും പല വിധത്തിലും. അതാണ് നല്ല മണ്ണിൽ പതിച്ച് തഴച്ചു വളർന്നു. അത് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളച്ചു. ഫലം വിതച്ചു. 100 മേനിയും 50 മേനിയും. അതാരും വചനം കേട്ട് ധ്യാനം കൂടി അവൻ വിശദീകരിച്ചു. അവനെ ജയിക്കാൻ പറ്റില്ല. അവനെന്ത് ചെയ്യും? അവനോടും അറിയാവുന്നിടത്തൊക്കെ പറയും കർത്താവ് പ്രവർത്തിക്കുന്ന കാര്യം അത്ഭുതങ്ങൾ. അതുകൊണ്ട് അവിടെ പോയി ധ്യാനം കൂടുതലിട്ടാ നല്ല കാര്യമുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും മറ്റുള്ളവരോടൊക്കെ. അത് കുറച്ച് നാളത്തേക്കുണ്ടാവും. പിന്നത് ചെയ്തു ചിലപ്പോ അത് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദിവസവും ബൈബിൾ വായിക്കണം. പേഴ്സണലായിട്ടുള്ള പ്രാർത്ഥന കണ്ടുപിടിച്ച് അത് ചൊല്ലണം. അത് മുടങ്ങരുത്. എത്ര അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെയായി. ആരും നമ്മളെ എതിർക്കാൻ പറ്റില്ല. എതിർപ്പും വഴക്കും അതൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നിന്ന് കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥനയില്ലാണ്ട് എപ്പോഴും ഒരു പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, ആരാധനയില്ല, സ്തുതിപ്പില്ല, ഒന്നുമില്ല. അങ്ങോട്ട് പോയിരുന്നെങ്കിൽ അതും വിട്ടുപോകും. ആ കൃപ വിട്ടുപോകും. പെട്ടെന്ന് ചോർന്നു പോകും. പാറപ്പുറത്ത് വീണ മുൾച്ചെടികൾ വന്ന് നേരിക്കി കളഞ്ഞു. അവനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. അവൻ പിന്നെ ആ ബന്ധം തന്നെ പോയി. ആ ബൈബിളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. 9-ാം വാക്യത്തിലാണ് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി തന്നതാരാണ്? കേൾവി തന്നതാരാണ്? കണ്ണ് തന്നതാരാണ്? വാ തന്നതാരാണ്? എല്ലാം ദൈവമായ കർത്താവിന്റെ ദാനം. ഒന്നാലോചിച്ച് നോക്കിയേ. ചെവി കേൾക്കുന്നില്ലെങ്കിൽ അവനൊരു പൊട്ടനാണ്. കണ്ണ് കാണുന്നില്ലെങ്കിലോ അവനൊരു അന്ധനാണ്. എല്ലാം കർത്താവ് ദൈവം ഇത്ര മനോഹരമായിട്ടാണ് നമുക്ക്. എന്നിട്ട് അവനെ ഒന്ന് ധ്യാനിക്കാനോ അവന്റെ പുറകെ ഒന്ന് ഓടാനോ ആരും തയ്യാറല്ല. ഹല്ലേലൂയ. 10-ാം വാക്യം, അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ മണൽ കടൽ തീരത്ത് വഞ്ചിയിലിരുന്നുകൊണ്ട് പലരെയും പഠിപ്പിക്കുമ്പോ ശിഷ്യന്മാരും ഉണ്ട് അവിടെ. ശിഷ്യന്മാരും യേശു തമ്പുരാന്റെ കൂടെ നിന്നുണ്ട്. യേശു തമ്പുരാൻ പറയുന്ന ഉപമകൾ കേൾക്കുന്നു. പക്ഷെ അവർക്കത് ഗ്രഹിക്കാൻ പറ്റണില്ല. അവർക്കത് മനസ്സിലാൻ പറ്റില്ല. ഈ പറഞ്ഞതിന്റെ ഉപമ എന്താണെന്ന് അവര് വീട്ടിലെത്തിയപ്പോൾ യേശുനാഥനോട് ചോദിക്കും. അപ്പോഴാണ് യേശുനാഥൻ വിവരിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് ഓരോ മനുഷ്യന്റെയും സ്വഭാവം. അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരും ഉപമകളെ കുറിച്ച് അവനോട് ചോദിച്ചു. എല്ലാവരും 12 ശിഷ്യന്മാരും ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി. ഈ ഉപമയുടെ അർത്ഥം എന്താണ്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും ഗുരു എന്ന് ഈ ശിഷ്യന്മാർ പറയാൻ. 11-ാം വാക്യം, അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ മറുപടിയാണ് കർത്താവ് ശിഷ്യന്മാരോട്. ദൈവരാജ്യത്തിന്റെ താക്കോൽ, ദൈവരാജ്യത്തിന്റെ വചന ശുശ്രൂഷ നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം അവർ കണ്ടിട്ടുള്ളൂ. ഉപമകളിലൂടെ മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. കാണാതിരുന്നതിലും കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നതിലും അങ്ങനെ അവർ മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത്. രക്ഷപ്പെടാനോ മോചനം നേടാനോ ചില രോഗപീഠകൾ വിട്ടുപോകാനും ചില കടബാധിതകളൊക്കെ വിട്ടുപോകാനും ചില ദുഷ്ടശക്തികൾ നശിപ്പിക്കാൻ വരുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാനും ഈ വിത്തായ വചനം നമ്മൾ വായിക്കണം.
ആണ് കർത്താവ് പറയണത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയില്ലാത്തവൻ ഇതിലേ കേട്ട് മറു ചെവിയിലൂടെ കടത്തു. അവനിലെല്ലാം ഉണ്ടാവും. എന്നിട്ട് എല്ലാം ഉള്ളത് അവന് രോഗം ഉണ്ടാവും, കടബാധ്യത ഉണ്ടാവും, വെറുപ്പ് ഉണ്ടാവും, മദ്യം ഉണ്ടാവും, ആരെ കണ്ടാലും ദേഷ്യം, സമ്പത്തില്ല എന്നുള്ള ദുഃഖം അവന് പിടികൂടിക്കൊണ്ടേയിരിക്കും. കാരണം വചനമായ വിത്ത് അവന് ഇല്ല. അതിന്റെ അനുഭവം അവൻ തന്നെ അനുഭവിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. 13-ാം വാക്യം. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അവൻ അവരോട് ചോദിക്കുകയാണ്. ആരോട് ചോദിക്കണം? ശിഷ്യന്മാരോട്. യേശുവിന്റെ ശിഷ്യന്മാര് 12 ശിഷ്യന്മാരുണ്ട്. അപ്പൊ യേശുനാഥന്റെ കൂടെ പോകുമ്പോ അവന്റെ ചില കാര്യങ്ങൾ അവ പറയണതൊക്കെ നമ്മൾ ഗ്രഹിക്കണം, അല്ലേ? അത് ഇവർക്ക് ഒരാൾക്ക് പോലും കിട്ടിയില്ല. ഇതാണ് ഒരു മനുഷ്യന്റെ കുടുംബജീവിതത്തിൽ വരുന്നത് ഏറ്റവും വലിയ. അവന് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ ഒരു സംഭവം ഓർക്കുന്നു. അതായത് യൂറോപ്പ് കൺട്രിയിലാണ് ഒരു ക്രിസ്ത്യാനി കുടുംബം ഒരു അച്ചായന്റെ പലചരക്ക് കട. അപ്പൊ ആ ക്രിസ്ത്യാനി കുടുംബത്തിൽ നിന്ന് അവിടുത്തെ ഇംഗ്ലീഷുകാരനാണ് മകൻ വന്നിട്ട് അതുകൊണ്ട് മേടിക്കാൻ വന്നതാ. ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞിട്ടുള്ളതാ. ഉടനെ ഈ കർത്താവിന്റെ ഫോട്ടോ ആ കടക്കാരൻ കടയിൽ വെച്ചിട്ടുണ്ട്. അവൻ അത് നോക്കിയിട്ട് ചോദിക്കുന്നു, ഹൂ ദിസ്? കർത്താവിന്റെ ഈ ഫോട്ടോ കണ്ടിട്ട് അവൻ ചോദിക്കുന്നത്, ഇത് ആരാണ്? അപ്പൊ ഈ അച്ചായന് ഈ കുടുംബക്കാരെ അറിയാം. അച്ഛനെ അന്തം വിട്ടുപോയി. അച്ഛൻ പടി പോലെ എന്താണ് ഇവനിങ്ങനെ ക്രിസ്ത്യാനാണല്ലോ, അദ്ദേഹത്തിന്റെ മകനാണല്ലോ, അദ്ദേഹത്തെയും അമ്മേനെയൊക്കെ നന്നായിട്ട് അറിയാം. ഉടനെ അടുത്ത ഡയലോഗായി, ദിസ് മേ ബി യുവർ ഗ്രാൻഡ് ഫാദർ, യുവർ ഗ്രാൻഡ് ഫാദർ. അടുത്ത ഡയലോഗാണ്. അവനറിയില്ല കർത്താവാണെന്ന് അവൻ കേട്ടിട്ട് പോലും കണ്ടിട്ടില്ല. കാരണം എന്താണ്? അവന്റെ കുടുംബത്തിൽ അതില്ല, പ്രാർത്ഥനയില്ല. അവന്റെ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതൊന്നും അവനോട് പറഞ്ഞിട്ട് അവൻ അറിഞ്ഞിട്ടില്ല. അവന് 10-20 വയസ്സായി. എന്നിട്ട് അവൻ ചോദിക്കുന്നത്, ഹൂ ദിസ്? കർത്താവിനെ കളിയാണ്. ഇങ്ങനെ ചില കുടുംബങ്ങൾ ഉണ്ടാവുന്നുണ്ടാ. മാമോദീസ വെള്ളം തലയിൽ വീണിട്ട് പിന്നെ അവന് തോന്നിയ കണക്കെന്ന് പറഞ്ഞു. അവൻ കർത്താവിനെ അറിയില്ല. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഹൂ ദിസ്, ഈ ദിസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചാടി തവള ചാടുന്ന പോലെ തവള ചാടി പോകും. ആ പോക്ക് ചിലപ്പോ ബൈക്കൊക്കെ ഉണ്ടാവും നല്ല പൊട്ടിപ്പൊടിയായിട്ട്. പോണ പോക്കിൽ പിന്നെ പൊടി പോലും കാണില്ല. അത് നമ്മൾ പഠിപ്പിക്കണം. LKG UKG പിള്ളേരെ പഠിക്കാൻ പോകുമ്പോഴേ കർത്താവിനെ പറ്റി പറയണം, പരിശുദ്ധ അമ്മേനെ പറ്റി പറയണം, ബൈബിള് പറയണം. ബൈബിൾ ഇതാണ്, അത് വായിക്ക്, ഒന്ന് നോക്ക്, ഇത് ഓരോ അക്ഷരമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പഠിപ്പിക്കണം മക്കളെ. എന്നാലും അവര് ഇച്ചിരിയൊക്കെ പ്രായമാകുമ്പോൾ കർത്താവിനോടൊരു സ്നേഹം തോന്നുന്നു. അല്ലെങ്കിൽ ചോദിക്കും, ഏത് കർത്താവ്, എന്ത് കർത്താവ്? ഞാൻ കണ്ടിട്ട് അതിനകത്ത് ചോദിക്കാനല്ലേ ഹെർദോസ്. ഹല്ലേലൂയ. ഉപമകൾ നിങ്ങൾ മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഉപമകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഇതെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഇനി എന്നാണ് നിങ്ങൾ പഠിക്കും? ഇത്രയും നാള് എന്റെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, ഗ്രഹിക്കുന്നില്ലേ? കർത്താവായ യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. അതാണ് യേശുനാഥനെ തന്നെ ഏറ്റവും വലിയ വേദന. എന്റെ ജനം, എന്റെ മക്കൾ എന്നെ അറിയുന്നില്ലല്ലോ എന്നുള്ള വേദനയാണ്. ഹല്ലേലൂയ. വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. യേശു പറയുന്നത് കണ്ട, വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. അതാണ് വിത്ത്. ഈ വചനം കേട്ട് വചനത്തിലൂടെ 1-ാം സ്ഥാനം കൊടുത്ത് മറ്റുള്ളവരോട് പറയുമ്പോ അത് പാറമേൽ വീണ വിത്തായി പോകും, ഉൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകളായി ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. നമ്മുടെ കുടുംബത്തിനെ ഉണ്ടല്ലേ, പുറത്തൊന്നും പോകണ്ട. ഉൾച്ചെടികളും പാറമേലും ചെളിയിലൊക്കെ വീണത് നമ്മുടെ കുടുംബത്തിൽ. അവരോടൊക്കെ പറയുമ്പോൾ ചിലത് കേൾക്കില്ല, ഇറങ്ങി കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. വിതക്കാരൻ വചനം വിതയ്ക്കുന്നു, ചിലർ വചനം
ശ്രവിക്കുമ്പോൾ തന്നെ കണ്ടോ, വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. വായിക്കണം ഈ വചനമൊക്കെ എടുത്ത് കേട്ടാ. അതാണെന്നറിയാമോ? മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 15-ാം വാക്യം എടുത്ത് വായിക്കണം. വീണ്ടും 16-ാം വാക്യത്തിൽ പറയണ്, ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവം അത് സ്വീകരിക്കും. നമ്മള് വചനം കേട്ട് വരുമ്പോൾ ചിലവര് സ്ഥാവനെ പറ്റി പറയുമ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും. അവർ കേൾക്കണില്ല. പക്ഷെ പറയുമ്പോൾ മക്കള് പറയുമ്പോൾ അപ്പൻ കേൾക്കാനിരിക്കും, ചേട്ടൻ കേൾക്കാനിരിക്കും, ചിലപ്പോൾ അനിയത്തി കേൾക്കാനിരിക്കും. അവർക്കതൊരു കൃപയാണ്. അതിൽ ചിലതുണ്ടാവും പാറമേൽ വീണതുപോലെ പതുക്കെ പുറകോട്ട് പോയിട്ടാണ് എഴുന്നിട്ട് ഒറ്റ പുറത്തോട്ട് പോകും. യേശുവേ നന്ദി. സന്തോഷപൂർവ്വം അവർ സ്വീകരിക്കുന്നവരുണ്ട്. അപ്പൊ പറയാനും ഒരുപാട് ദാഹം ഉണ്ടാവും നമുക്ക്. ഹല്ലേലൂയ. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. പാറപ്പുറത്ത് വിതച്ച വിത്ത് എന്ന് പറയുന്നത് കേട്ടു, സന്തോഷമായി. പക്ഷെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് പിന്നെ അവനൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി. നമുക്ക് വാസിയുടെ കഥ മാസിയെടുത്ത് വായിക്കുന്നു. ഹല്ലേലൂയ. വേരില്ലാത്തതിനാൽ അവ അല്പസമയം മാത്രം നിലനിൽക്കുന്നുണ്ടാവും. പാറപ്പുറത്ത് വീണ വിത്തിന്റെ പ്രത്യേകത എന്താണ്? വേരില്ല. അപ്പൊ അത് വെയില് കഴിച്ചപ്പോഴത്തേന് അത് ഉണങ്ങി അങ്ങോട്ട് പോയി. മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെ പോകും. അവൻ വചനം പറഞ്ഞ് സന്തോഷിച്ച് എല്ലാം കണ്ടു. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേനും അവനത് മറന്നു. അവനോട് പിന്നെ ചോദിച്ചാ അവനത് അറിയില്ല. യേശുവേ നന്ദി, യേശു ആരാധന. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൈംഗിക വികൃതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഹാരവും ആഗ്രഹവും അവരിൽ കടന്നുകൂടി. ഭക്ഷണം തിന്നുക, കുടിക്കുക, കാണുക, അത് കാണണം, ഇത് കാണണം, ഇത് പറയണം, അത് പറയണം, വേണ്ടാത്തതൊക്കെ വായി തോന്നിയതൊക്കെ പറയുമ്പോ അവൻ കേട്ട വചനം വിട്ടുപോകും. ഹല്ലേലൂയ. വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഫലശൂന്യമായി അവൻ കേട്ട വചനം. ഞാനും കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫലശൂന്യമായി അത് കൂട്ടുകെട്ടിന്ന് പറഞ്ഞാണ് കേട്ടാ. ഫലശൂന്യമാവുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവേ നന്ദി. വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. 20-ാം വാക്യം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പ്രകടിപ്പിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ചില വ്യക്തികളെ കാണാൻ പറ്റും 50 ധ്യാനം കൂടി, 20 ധ്യാനം കൂടി, 15 ധ്യാനം കൂടി, ഒന്നും പുറപ്പെടുവിക്കാൻ പറ്റില്ല. എന്താ ജീവിതം? 2 മാസം 3 മാസം, മാക്സിമം ചിലപ്പോൾ 1 മാസം. അത് കഴിയുമ്പോഴത്തേനും അവൻ വീണു. കേട്ട വചനമൊക്കെ പിന്നെ അവന്റെ ഹൃദയത്തിൽ അതുണ്ടാകേയില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന. ഇത് നമ്മൾ മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ്? 3 വർഷം യേശുനാഥന്റെ കൂടെ നടന്നിട്ട് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. അവർക്ക് പോലും യേശുനാഥനെ തിരിച്ചറിയാൻ പറ്റില്ല. ആരാണ് എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാൻ പറ്റില്ല. നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ വചനം, ഈ ഒരു പുസ്തകം, ബൈബിൾ, ഈ ഒരു 73 പുസ്തകം
വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപയുണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. ഒരിക്കലും ഒരാളോട് പറയാൻ പറ്റില്ല. അത്ര ഇതാണ് നമ്മളെ ശക്തിപ്പെടുത്തും. 1, 2, പിന്നെ നാവിൽ ഇതുപോലെ വചനം ഉണ്ടെങ്കിൽ നീ പറയുന്നത് അവർ കേൾക്കും. ആര്? നിന്റെ മേലധികാരികളോട് പറയണം, എനിക്ക് അല്പം ശമ്പളം കൂട്ടി തന്നാൽ നല്ലതാണ്. അവനത് ഓക്കെ എന്ന് പറയും. അല്ലെങ്കിൽ അവൻ പറയും, ഇപ്പൊ ഉള്ളത് തന്നെ നമുക്ക് കൂടുതലാണ്, നീ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫിനിഷ് തെളിയുന്നു, പിന്നെ ഞാൻ പുറത്താക്കുന്നു. കാരണം അവന്റെ വായിലെ വിത്ത്, വിതക്കാരന്റെ വിത്ത് ഉണങ്ങിപ്പോയി പറമേ. അപ്പൊ വചനം നാവിലുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവ് അവനിലേക്ക് കയറി അത് പ്രവർത്തിക്കും. വചനം വേണം നമ്മുടെ നാവിലും ഹൃദയത്തിലും ആത്മാവിലും. വചനം കത്തിജ്വലിക്കണം. ഏത് സമയവും വചനം ഉണ്ടാകണം. വചനത്തോടു കൂടിയാണ് നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കണതെങ്കിൽ അതിന് ഫലം ഉണ്ടാവും. ഫലമില്ലാണ്ട് പോകുന്നില്ലെങ്കിൽ നാളെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കഴിക്കട്ടെ. പിതാവായ ദൈവമേ, പുത്രനായ യേശുനാഥന്റെ കടൽ തീരത്ത് വഞ്ചിയിൽ കയറിയിരുന്ന് പഠിപ്പിക്കുന്ന ഓരോ വചനം വിദഗ്ധാരൂപയിലൂടെ കടന്നുപോയതിനോർത്ത് നന്ദി പറയുകയും, ദൈവമായ കർത്താവെ ഞങ്ങളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. വിത്തായ വചനം ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരണമേന്നും ഞങ്ങളുടെ നാവിൽ ഓർമ്മേനി ഫലം പ്രകടിപ്പിക്കണമേന്നും ദൈവമായ കർത്താവെ, അവിടുത്തെ ഒരു വെളിച്ചമായി ഈ വചനം ഞങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിയിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാൻ എന്തേ പഠിച്ചതിത്ര. ദൈവം ഒരുക്കിയ സ്നേഹം